സ്വന്തം തെറ്റ് മനസ്സിലാക്കാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കാതെ വെറുതെ ഒരു സോറി പറഞ്ഞ് പോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ സോറി കംപ്ലീറ്റ്ലി ടോക്സിക് ആണെന്നും പറയാറുണ്ട്. പക്ഷേ ഈ ഹെൽത്തി സോറിയും അൺഹെൽത്തി സോറിയും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ മെയിൻ കാരണം ഓരോ ടോക്സിക് റിലേഷൻഷിപ്പും ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകുന്നത് ഈ ഒരൊറ്റ വാക്കിൻ്റെ ബലത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സോറിയും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സോറിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഒരാൾ സ്വന്തം തെറ്റ് മനസ്സിലാക്കി അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് അത് തിരുത്താനും ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പെരുമാറാനും ശ്രമിച്ചുകൊണ്ടാണ് ഒരു സോറി പറയുന്നതെങ്കിൽ അത് ഹെൽത്തിയാണ്. പകരം ആ ഒരു സാഹചര്യം അവോയ്ഡ് ചെയ്യാനും ജസ്റ്റ് എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് നീ സെൻസിറ്റീവാണ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ഇതൊന്ന് മാറ്റിവെക്ക്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെ ഒരു സൈലൻസ് ഉണ്ടാവാനും ആ പ്രശ്നം കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള സോറി ആണെങ്കിൽ ഇത് എപ്പോഴും ടോക്സിക് ആണ്. ഇത് ഏത് സാഹചര്യത്തിലും എങ്ങനെ വേണമെങ്കിലും വരാം. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരണോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം പഠിച്ചേ പറ്റൂ. കാരണം നാർസിസ്റ്റ് വീണ്ടും നിങ്ങളെ അവരിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് ഈ സോറിയിലൂടെ തന്നെ ആയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം.